ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പയമള്ളൂരിൻ്റെ പയമ ഒന്ന് കാണിക്കാൻ ഒരു പ്രഭാത സവാരി. ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇളമ്പച്ചപ്പ്, കടുമ്പച്ചപ്പ്, ഇതാണ് പയമള്ളൂരിൻ്റെ പഴയകാല പൈതൃകം. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തെങ്ങ് കവുങ്ങൊക്കെ കൂടിയാലും ഒന്നും പയമള്ളൂ. നല്ല ഇളമ്പച്ച, കടുമ്പച്ച, മാസങ്ങളോളം വെള്ളം നിർത്തി വെള്ളം ഒഴിവാക്കിയതിന് വറ്റി വരണ്ട പാടശേഖരം. അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ. ഇതാണ് നമ്മളെ അബ്ദുറസാഖ് എന്ന നമ്മൾ ഓമനപ്പേരിട്ട് മാമു എന്ന് വിളിക്കുന്ന ആള്. അമ്മ ഐഫോണിലാണ്. യൂട്യൂബിൽ വരും അമ്മോ, എൻ്റെ യൂട്യൂബിൽ ഇടാനാ. ഇതിൻ്റെ താഴെ നെല്ലുണ്ടല്ലോ, അതിൻ്റെ താഴെ മൂടിയ ചുക്കുള്ള അവിടെ മൂടിയ ചുക്കുള്ള നെല്ല് എന്താടാ? ശരി, പതിര്, പഴയകാല നെല്ലും പതിരും. അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ ഒന്നാം തരം പോത്ത് വ്യാപാരി, ഞങ്ങൾ ഓമനപ്പേരിട്ട് മാമുകൾ വിളിക്കുന്ന അബ്ദുറസാഖ്. അപ്പോൾ തോത്തുക്ക് ഇങ്ങനെ കെട്ടാക്കിയിട്ട് കൊണ്ടുപോവാണ്. ഇതിനേക്കാണ് ഇതിങ്ങനെ കെട്ടിച്ചാൽ പിന്നെ ഒരാഴ്ചക്ക് പുല്ലേരുണ്ട കള്ളൻ. അപ്പോൾ പിന്നെ താഴത്തുണ്ടേ അതിൻ്റെ അതിഥി തൊഴിലാളികൾ, ബംഗാളികൾ ഓലെ പോയി കാണാം. ഇത് കേരളിയാണ്, കേരളി. നല്ല ക്ലിയർ ആവാൻ എൻ്റെ ഫോട്ടോ. ഇതാണ് വറ്റി വരേണ്ട പാടശേഖരം. ഓ ഭായി അഭി ആയേഗാ, ഹം സേठ के साथ जाएगा अभी. അപ്പോൾ അവിടെ 3 കർഷകരുണ്ട്. ഒരു കർഷകര് പഴയകാല മുതിർന്ന, ഇവിടുത്തെ തലമുതിർന്ന കർഷകന്, പിന്നെ ഒരു ജില്ലാ സംസ്ഥാന കാർഷിക അവാർഡ് ജേതാവ്, നല്ല ഇളം പാടശേഖരത്തിനടുത്തുകൂടി കൊച്ചരുവി, അതിനപ്പുറത്ത് പെരിശരുവി. ഇതൊക്കെയാണ് നമ്മുടെ പയമള്ളൂരിൻ്റെ പഴയകാല പൈതൃകം. യുവ കർഷകർ. ഇതാണ് നമ്മളെ പയമള്ളൂര് തലമുതിർന്നൊരു കർഷകന്. എത്ര ഉണ്ടായാലും കൃഷിമെന്ന് വേറിട്ടുള്ള കർഷകനാണിത്. ഇത് ഈ നിൽക്കുന്ന ആൾ പഴയ പ്രവാസി. ഒരു കൈത്തണ്ടന മണ്ണത്തിലുള്ള ഏത് മരം കാടം കാണിച്ചു കൊടുത്താലും 1 മണിക്കൂർ ശരിയാക്കിയിട്ടിടും. ഞങ്ങളുടെ യന്ത്രം കണ്ടപ്പോൾ ഒന്ന് രാവിലെ 1000 രൂപ കീശിലാക്കി 6 മണിക്ക് പോയതാ. ഇതാണ് പാലത്തുകൽ ഉമ്മർപ്പ, സഖാവ് ഉമ്മർപ്പ കാക്ക. ഇവിടെ വന്നാൽ 2 പണിയാണ്. ഒന്ന് ആണോ ചാക്കിലാക്കി വെച്ചു, അടക്ക ചാക്കിലാക്കുക. ഇങ്ങനെ യൂട്യൂബിലൊന്നും വരുന്നവര്. അപ്പം ഉമ്രക്ക, പിന്നെ പാട്ടത്തിനല്ല, സ്വന്തം ചെയ്താലപ്പോൾ വലിയ കാര്യമുള്ളൂ. സ്വന്തം ചെയ്താലല്ലേ വലിയ മെച്ച. പാട്ടത്തിന് നടക്കുവോ? സ്വന്തം ഇല്ലാത്തവരും എന്താ ചെയ്യണു? അതൊരു കാര്യമാണ്. സ്വന്തം പാട്ടം നമുക്ക് ആകെ ഉള്ളത്, എനിക്ക് ആകെ ഉള്ളത് 6 സെന്റ് സ്ഥലമാണ്. പാട്ടത്തിന് എടുക്കുക തന്നെ വേണം. അതില് നമുക്ക് ഇരിക്കാനുള്ള ഒരു കൂരിയുണ്ട്. അതില് പാടില്ല പാടില്ല, പറമ്പില്ല, ഒന്നുമില്ല. അല്ല, നമ്മൾ ഈ ഭാഗത്ത് മാത്രമല്ല ഈ പാടത്തിന് പാട്ടത്തിന് കിരാക്കി പോയി ബാക്കി സ്ഥലത്തൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ ഉള്ളു. കാരണം ഇവിടെ ഓൽക്ക് ഇപ്പൊ കിട്ടിയിട്ട് വേണ്ട, അവർക്ക് കിട്ടിയിട്ട് വേണ്ട. അല്ല, എന്നാലും നമ്മൾ പയമള്ളൂരിന്റെ പയമ നിർത്തുന്നുണ്ട്, എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, കൃഷിയുണ്ട്, എല്ലാ പരിപാടിയും പയമള്ളൂരിൻ്റെ ഉണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ മിറാക്ക കൃഷി തുടങ്ങിയിട്ട് ഏറെക്കുറെ എത്ര കൊല്ലായിരിക്കും? 40 കൊല്ലായി, 4 പതിറ്റാണ്ട്. അതിന് മുമ്പത്തെ പഴയ ഉംറ പ്രവാസി. എന്തോ ഒരു പ്രവാസി അപ്പുറത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ യന്ത്രം ഉപയോഗിച്ച് ഏത് കാടം കാണിച്ചു കൊടുത്താലും വെട്ടിയും ശരിയാക്കും. നിങ്ങൾ കാട് വെട്ടാണ്ട് ഏതുണ്ടെങ്കിലും പിന്നെ ഒന്ന് പറഞ്ഞോളി, നമ്പർ പറഞ്ഞു. ഏത് കാട് വെട്ടാണ്ടെങ്കിലും 90 കഴിഞ്ഞില്ലേ ഇനിയിപ്പോ. അല്ല, എന്നാലും അല്ല, ഇടമോലാന്മാരും അജിമാരൊക്കെ ഉണ്ടോ? ഒന്ന് നമ്പർ പറഞ്ഞോളി. 99 47 22 88 06.
നിങ്ങൾ ഏത് നിമിഷം വിളിച്ചോളി. തിരക്കാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമ്പറിൽ വിളിച്ച് പറയും. അവിടെ വന്ന് വെട്ടിത്തരും. മിതമായ കൂലിയേ വാങ്ങുള്ളൂ. ബംഗാളികളന്മാർ മണിക്കൂറിൻ്റെ കായൊന്നും വാങ്ങൂല. അതിനെ പറ്റും പേടിച്ചണ്ട. അതിൻ്റെ ബന്ധപ്പെട്ടോളി. നമ്മളിവിടെ നാട്ടുകാരനാണ്, പയ്യടുത്ത് മുഹമ്മദ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതിൽ കാണേണ്ട മുതലാളിമാർ പുറത്തുള്ളവരോ ഇടയില്ല, പാങ്ങൾ എവിടെയുള്ള ആരായാലും ഒഴിഞ്ഞെടുക്കുന്ന പാടുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊന്ന് കൃഷി ഉണ്ടാക്കി തരാം. പന്നിയൊക്കെ വരാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നനക്കാൻ സംവിധാനം ഞാൻ കൃഷി ഉണ്ടാക്കി തരാം. ഒരു മാന്യമായ പാട്ടും തരാം. ഒരു നമ്പർ കൂടെ പറഞ്ഞുതരാം. നമ്മളൊക്കെ നമ്പർ പറഞ്ഞി പാട്ടത്തിൻ്റെ ആരും വിളിച്ചോളി. 97 57 73 95. ആ നമ്പറിൽ നിങ്ങൾക്ക് കൃഷി ഉണ്ടാക്കി തരാം. ഞാൻ അടക്കൊക്കെ മാന്യമായ പാട്ടത്തിന് പൊറുക്കണി, പിന്നെ അടക്ക പൊറുക്കണി, പൊന്ത വെട്ടണി. ആദ്യത്തെ നമ്പറിൽ പൊന്ത വെട്ടിത്തരും. നമുക്ക് ഒരു മിതമായ പാട്ടത്തിന് അടുത്ത് വണ്ടിയൊക്കെ വരാനുള്ള സൗകര്യം ഞങ്ങൾ പൂളെ അതിൽ അങ്ങനെ ഇഞ്ചോ ഉരുളക്കിഴങ്ങ് ചിരങ്ങ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി തരും. ഈ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പഴമുള്ളൊരു പഴയ കൃഷിക്കാരാണ്. ഞങ്ങളെ നാട്ടിൽ നിന്നൊരു ജില്ലാ നേതാവുണ്ട്, കാർഷിക അവാർഡ് കിട്ടിയ ആൾ. അയാളതാണ് ഈ നെൽപ്പാടം. അയാളത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മളെ മലയാളികളെ കിട്ടായിട്ട് ബംഗാളിൽ നിന്ന് ആളിറക്കിക്കാണ് നെയ്യാനും കൊയ്യാനൊക്കെ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെട്ട പൊന്തിയും വെട്ടിത്തരും. അടക്കുണ്ടെങ്കിൽ പൊറുക്ക ആൾ ഞങ്ങൾ വന്ന് പൊറുക്കിത്തരും. ആ നമ്പർ ഒന്നുകൂടെ എഴുതിച്ചോണ്ടി. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒരു ഇളം കൃഷി, പച്ചക്കറി ആയാലും വേണ്ടില്ല, പൂളായാലും വേണ്ടില്ല, കൃഷി ഇടക്കൃഷി ആയാലും വേണ്ടില്ല, ഫുൾ കൃഷി ആയാലും വേണ്ടി നമ്മൾ ചെയ്തു തരും. ആ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കറ്റ കെട്ടുന്ന ആളാണ് നമ്മളെ നാട്ടിലെ കാർഷിക ജേതാവ്. നമ്മുടെ നാട്ടിലെ അഭിമാനമാണിത്. കാർഷിക ജേതാവാണ്. പക്ഷെ എന്നാലും രാവിലെ പ്രഭാതം പൊട്ടി വെട്ടിന് മുമ്പ് ഇറങ്ങും. ഇതാ നേരെ മേലെ കാണുന്ന വീട്. ഇവിടെ കൃഷി ചെയ്യും. ഇവിടെ വെള്ളം ഉണ്ടല്ലോ നോക്കൂല. മുകളില് വീട്ടിൽ നിന്ന് നേരെ പമ്പ് ചെയ്ത് വെള്ളം വരും. എല്ലാവിധ സജ്ജീകരണങ്ങളോടെയാണ് കൃഷി. കഴിഞ്ഞ വർഷം ഇതിന് നോമ്പിന് വത്തക്ക കൃഷിയായിരുന്നു. എല്ലാവിധ സജ്ജീകരണങ്ങളും ആധുനിക സജ്ജീകരണങ്ങളോടുള്ള പൈപ്പിങ് സെറ്റപ്പൊക്കെ കഴിഞ്ഞാൽ പൈപ്പാണ് വലിച്ചിട്ടൊക്കെ ഉണ്ട്. മേലെ കാണുമല്ലോ. എല്ലാവിധ സെറ്റപ്പിലും എല്ലാ കൃഷി പരീക്ഷണം നടത്തിയിരിക്കണു ഈ ജേതാവ് ആള്. ഇപ്പൊ ഒരു കൃഷി പരീക്ഷണം നടത്തിയിരിക്കണു. എന്റെ വിജയം എന്താ അറിഞ്ഞിട്ടില്ല. നമ്മളെ പുറത്തുനിന്ന് കയറ്റി വരുന്ന ഉരുളക്കിഴങ്ങ്, അത് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു പീസ് 4 പീസാക്കിയിട്ട് മുളപ്പിച്ചിനെ പരീക്ഷണം നടത്തിയിരുന്നു. അതിന്റെ റിസൾട്ട് എന്താ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു നോക്കാം. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഉരുളക്കിഴങ്ങ് കൃഷി എങ്ങനെ ഉണ്ടായിരുന്നു? ഉരുളക്കിഴങ്ങ് കൃഷി വിജയിക്കും. അത് നമ്മള് ഇതനുസരിച്ച് കിട്ടും. കവറിലാക്കി വെക്കണം. കവറിലാക്കിയിട്ട് ഇതായിട്ട് കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ട് മുളപ്പിച്ചിട്ട് പുറത്തുനിട്ട് അത് വിജയമായിട്ട് വരുന്നുണ്ട്. ഇത് ഒരു 85 ഏക്കർ സ്ഥലമുണ്ട്. ഇതില് 65 രൂപേന്റെ അടുത്ത് പാട്ടം വരും. ഞങ്ങൾ രണ്ടുപേരും കൂടി കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, പിന്നെ 8 ലക്ഷം റുപ്യന്റെ ഇതിൽ ഞങ്ങൾ 8 ലക്ഷം റുപ്യന്റെ ഇതുണ്ടാക്കി. നെല്ല്, കപ്പ, തണ്ണിമത്തന്, വെണ്ടക്കൃഷി. ഞങ്ങള് 2 വർഷത്തിൽ 12 ഐറ്റം കൃഷി ചെയ്തു. 12 ഐറ്റം കൃഷികള് കേൾക്കണെങ്കില് നമ്മള് 2 കൃഷി ചെയ്യേണ്ട ഇടവേള ടൈമിലാണ് 12 കൃഷി. ഒരു പരീക്ഷണമാണ്. അത് വെച്ചാല് ആദ്യം തണ്ണിമത്തൻ ചീര, അത് കഴിഞ്ഞ് വെള്ളരി ചീര, അത് കഴിഞ്ഞ് വെണ്ട, പയറ്, കൂർക്കല്. ഒന്ന് കഴിഞ്ഞ കണ്ടത്തിന് ഇടവേളല്ല. ഒന്ന് കഴിഞ്ഞപ്പോഴല്ല. അതായത് പയറടുത്ത് കയറുമ്പോ ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് വീണ്ടും തണ്ണിമത്തന്, പിന്നെ അത് കഴിഞ്ഞ് കപ്പ, നെല്ല്. യുവതലമുറക്ക് ഒരു പിന്നെ പ്രചോദനമാണ് കൃഷി. അത് ഞങ്ങള് ഇതില് 8 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടാക്കി. മില്യൻ ഫാർമർ എന്നൊരു ഇതുണ്ടായിരുന്നു. അതില് പങ്കെടുത്തതിൽ ഒരു അവാർഡ് കിട്ടുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പിന്നെ കൃഷി അതിൽ ഞങ്ങൾ ഒരു ഇതില് 1 ലക്ഷം കൊണ്ട് 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കണം. 1 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞങ്ങള് 8 ലക്ഷം വരെ ഞങ്ങൾ എത്തി. അതായത് ഇതിന് കിട്ടുന്ന കാശ് മറ്റിലേക്ക് അങ്ങനെ ആൾട്ടർനേറ്റ് തിരിച്ച് ലാസ്റ്റ് നമ്മൾ 8 ലക്ഷം രൂപ കിട്ടി. പിന്നെ അവരുടെ നിങ്ങളിപ്പോ സംസാരിക്കുന്ന ആള് പിന്നെ സിവിൽ ഒരു പിന്നെ എഡ്യൂക്കേറ്റഡ് ആളാണ്, എഞ്ചിനീയർ ആണ്. എന്നാൽ പ്രവാസമൊക്കെ നിർത്തിക്കാണ്ട് ഇത് ഇറങ്ങിയപ്പോ പിന്നെ ഞാൻ മൂപ്പരെ പേര് ചോദിക്കാം. അതുപോലെ ഏതൊക്കെ അവാർഡുകൾ കിട്ടിക്കുന്നു പറയാം. പിന്നെ അതിനെ കുറിച്ച് മൂപ്പരെ പേര് പറയട്ടെ. എന്റെ പേര് അബ്ദുറഹ്മാൻ. ഞാനൊരു 30 വർഷം പ്രവാസിയായിരുന്നു. അത് അവിടെ കോൺക്രീറ്റും താറും എല്ലാം കടന്ന് കളിച്ച് ലാബിലായിരുന്നു, ലാബ് വർക്ക്. അപ്പൊ എല്ലാം സാമ്പിൾ ടെസ്റ്റ് ചെയ്യും. ആ സാമ്പിൾ ടെസ്റ്റിങ് വന്നത് നമ്മള് കൃഷിയിലും സാമ്പിള് പരീക്ഷണം നടത്തി. അപ്പൊ എല്ലാത്തിനും വിജയിച്ചു. ഫസ്റ്റില് വന്ന് 1 ഏക്കർ ഇത് തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്തു. അവിടുന്നാണ് സ്റ്റാർട്ടിങ് 2017. ഇനി ഇത് പിന്നെ കാർഷിക യുവതലമുറ ആരെങ്കിലും വീഡിയോ കണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൂപ്പരെ നമ്പർ ഇത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൂപ്പർക്ക് വിളിച്ചു ചോദിക്കാം. മൂപ്പര് പിന്നെ ഏതൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്? എനിക്ക് മലപ്പുറം ജില്ലാ കർഷകോത്തമ അവാർഡ് കിട്ടി. സംസ്ഥാന അവാർഡിന്
നെല്ലിന് ഇത് വന്ന് അവർ സെലക്ട് ചെയ്ത് മലപ്പുറം ജില്ലയിൽ 5ാം സ്ഥാനം കിട്ടി. ജൈവ കർഷക സംരക്ഷണം അത് വന്നും അവര് ഒരു 6ാം സ്ഥാനം തന്നെ. മലപ്പുറം ജില്ലയിലോട്ടോ ഒരു മൊത്തം യുവ കർഷകനാണ് ഇത്. അത്ര പ്രായമുള്ള പഴയ കർഷകനാണ്. 60 വയസ്സായി പ്രായം. 60 വയസ്സുള്ള യുവ കർഷകനാണ്. എന്നാലും അത് കഴിഞ്ഞ് മില്ലേനിയം ഫാർമർ എന്നൊരു പദ്ധതി ഒരു അവാർഡിന് ഡൽഹിയില് മഹേന്ദ്രയുടെ അതിൽ പോയിട്ട് ഞങ്ങളൊരു 30 ആളുണ്ടായിരുന്നു കേരളത്തിൽ. അതിലൊന്നും ഞാനായിരുന്നു. അപ്പൊ അവിടുന്നാണ് അവര് പറഞ്ഞ 1 ലക്ഷം കൊണ്ട് 10 ലക്ഷം റുപ്യ പ്രോഫിറ്റ് ഉണ്ടാക്കണം കൃഷി. അപ്പൊ അതിനുള്ള ഇത് അവര് പറഞ്ഞത് ആ പ്രൊസീജിയറിൽ ഞങ്ങൾ 8 ലക്ഷം വരെ എത്തി. അത് അടുത്ത വർഷം 10, 12 ആക്കണം. അത് നമ്മൾ 1 ലക്ഷം മുടക്കി കഴിഞ്ഞാല് 2 വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് അവര് 10 ലക്ഷം എന്ന് പറയുന്നത്. അത് ഞങ്ങളിപ്പോ 2 വർഷം കൊണ്ടാണ് 8 ആയത്. അതിന്റെ പ്രൊസീജിയർ മനസ്സിലായില്ല. ഇനി അതിന്റെ പ്രൊസീജിയർ അതിന്റെ കാര്യങ്ങൾ കുറെ അറിയാനുണ്ട്. അതെന്ന് നമ്മൾ ഈ ഒരു വർഷം 1 ലക്ഷം ഇറക്കിയാല് അതിന് കിട്ടുന്ന ചെലവും ലാഭം എല്ലാം അതിലേക്ക് വീണ്ടും ഇറക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ 8 ലക്ഷം കിട്ടുക. അല്ലാതെ ഒറ്റയടിക്കല്ല. ലാസ്റ്റിൽ നമ്മള് ഇത് വരുമ്പോൾ അത് 6-7 ലക്ഷം റുപ്യ മാറും. അത് നമ്മള് ആ പൈസ നമ്മള് കൂലി എല്ലാം പെടും. നമ്മള് കൂലിച്ചാലും എല്ലാം മൂപ്പര് പ്ലാനിങ് ഒക്കെ കാൽക്കുലേഷനിലേക്കാറും അതില്. അപ്പൊ ഞാന് പിന്നെ മൂപ്പർക്ക് ഈ കൃഷിന്റെ ആക്സസറീസ് അങ്ങനത്തെ അന്വേഷണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മൂപ്പര് നമ്പർ ഇതിൽ പറയുന്നുണ്ട്. മൂപ്പര് പറയും. പിന്നെ നമ്മളെ അയൽവാസിയാണ്, എന്റെ ഒരു റിലേഷൻഷിപ്പ് ആണ്. എന്റെ വീട് മേലെ അവിടുന്ന് താഴത്തുള്ള പമ്പ് ചെയ്ത് കണ്ടത് കൃഷിന്റെ സീജങ്ങള്. നിങ്ങളുടെ പേര് അബ്ദുറഹ്മാൻ പയ്യടുത്ത്. നമ്പർ ഒന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ബന്ധപ്പെടുള്ളൂ. 95 26 44 24 53. മൂപ്പര് നമ്മളെ മലയാളിക്കാരെ ഇപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ 15 ഏക്കർ നെൽകൃഷി ചെയ്തു, വിജയിച്ചു. 15 ഏക്കറാ കേൾക്കണം. അതിൽ ഞങ്ങൾ 2 ഏക്കറോളം കൈക്കൊയ്ത്ത് ചെയ്തു. അതിന്റെ ഇതാണ്. അപ്പൊ ഏറ്റവും ഓരോ രീതി പരീക്ഷണം ഒരു മികച്ച രീതിയാണ് മൂപ്പര് പരീക്ഷിക്കേണ്ടത്. പുറത്തുള്ള ആളുകളെ കൊടുക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾ, നമ്മൾ ഓമനിച്ച് വിളിക്കുന്ന അതിഥി തൊഴിലാളികളാണ് ഇവര്. നമ്മളെ പിന്നെ കേരളക്കാരെ കിട്ടൂല. നമ്മളെന്ത് ചെയ്യും, കർണാടകയിൽ നിന്നൊക്കെ കയറ്റി കൊടുത്ത് ഇവിടെ സുരേഖ മറ്റേ പേരിട്ട് തിന്നാനേ നമ്മളെ ആൾക്കാർക്ക് വെക്കുള്ളൂ. ഇവിടെ നിന്ന് അയച്ചു നിന്ന് വരില്ല. ഭായി അച്ഛേ 4 आदमी है ना? अभी नाम क्या है? नाम सादिक. भले പേര് കേട്ടെ നമ്മൾ അന്തം വിട്ടോ. അല്ലെ ഷെയ്ഖുൽ അമാനൊക്കെ കാരണം. भाई नाम को बताओ. नाम बताओ. नमस्ते. नाम बताओ. मेरा नाम है बिल्ला. बिल्ला. हाँ. अच्छा. ओ भी नाम बताओ जी. ओ नाम क्या है? अच्छा बोले शेखुल अमाना पेड़ पर 4 आदमी एक मुल्क वाला है. एक मुल्क वाला है. अच्छा 4 आदमी शादी किया. बच्चा भी है. अच्छा इधर केरला में कितने महीने हो गया? अभी ये अभी आया. रमजान के जाते? अभी आया, मेरा 1 महीना हुआ. अच्छा रमजान को जाते? रमजान अभी सामने से बताए. नहीं जाता, झूठ बोल रहा है. रमजान को जाते हैं मुझे. കണ്ടാൽ കണ്ട് കൊതി തീരാത്ത നെൽകൃഷി. അതാ കൊച്ചുമകൻ പൊക്കി കൊടുത്തു അത് കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മളെ പായമള്ളൂരിന്റെ യുവ പോത്ത് കർഷകൻ. പോത്തിന് ഫുഡ് എടുക്കുകയാണ്. നേക്കാണ്, കാരണം പുല്ലരുണ്ടല്ലോ കള്ളാ. ഇതേ കണ്ടോ, രാവിലെ ഒരു 9 മണി വരെ ദിമാവും. പിന്നെ ടൈയും സൂസും കോട്ടും കെട്ടിയിട്ട് സ്വർണ്ണത്തുമ്പോൾ കളിച്ചാൻ പോകും. ആണ് ആള്. അപ്പോൾ ഒരു ലോഡ് ഫാദറിന് കെട്ടിച്ച് കൊടുത്തു. എന്താ പോണത്, നമ്മളെ ഇതിലെ പോണ KSRTC അല്ല, നമ്മളെ ഷാജി ബസ്സിന്റെ ഡ്രൈവറാണ് പോണ്ടത്. ഇതാണ് ഷാജി ബസ്സിന്റെ ഡ്രൈവർ. ഇത് യൂട്യൂബാണ്. ഓക്കെ, ഇത് ഷമീർ ഭായ് യുവ കർഷകനാണ്. അപ്പോ ഇത് പൊന്നാട ഇതേ പാട്ടത്തിൽ നിന്നല്ല, സ്വന്തം കൃഷിയിടത്തില് ഒന്ന് പരീക്ഷണം നടത്തിയാണ്. ഒരു ഭാഗം ഒരു 10 കവുങ്ങ് വെച്ചിട്ട് അതിന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതിലിങ്ങനെ പെരുന്നാൾക്ക് ഇറക്കാനുള്ള ഉപ്പേരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പെരുന്നാക്കല്ല, നോമ്പിന്. അപ്പൊ എങ്ങനെയുണ്ട് ഈ കൃഷി? പിന്നെ ഷമീർ ഭായ്, കൃഷി മെച്ചല്ലേ? മെച്ചാണ്. ഈ 2 കണ്ടത്തും കൂടി ഇപ്പൊ എന്തായി? പിന്നെ വൈക്കോലിനൊരു കാശ്, നെല്ലിനൊരു കാശ് അല്ലേ? അതിന് ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ ഈ കിട്ടിയ നെല്ല് വിൽക്കുക കാരണം പെരി കുത്തി ഉപയോഗിക്കാറ് വിൽക്കല്ലേ? അത് വിളവല്ല, നല്ല സാധനത്തിനെ വിൽക്കണു. അത് പൈസ പിന്നെ ഇഞ്ചി പോയിക്കൊണ്ട് സൂര്യക്കാരന് പേർത്ത് വാങ്ങണോ? നല്ല സാധനം വിൽക്കരുത്. അപ്പൊ നല്ല പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ മുപ്പരെ ബന്ധപ്പെടുക. മണി നമ്പർ ഇതിലും പറയണ്ട. നമ്പർ പറഞ്ഞോണ്ട് നമ്പർ അതൊക്കെ എടുത്തു. അത് കിട്ടു. വല്യാമ്മ കൊടുത്തു. വല്യാമ്മ നമ്മളെ പിന്നെ നമ്മളെ പഴയടുത്ത രസമൊക്കെ നമ്മളെ ഇവ മാമു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ വെയിൻഡപ്പ് ചെയ്യാണ്.